നിസായിലെ മാർ ഗ്രിഗോറിയോസ് എന്ന 23-ാമത്തെ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗ്രിഗോറിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉണർന്നിരിക്കുന്നവൻ എന്നാണ് ഗ്രിഗോറിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം, മാർ ഗ്രിഗോറിയോസിൻ്റെ മൂത്ത സഹോദരൻ്റെ പേരെന്ത്? നിസായിലെ മാർ ഗ്രിഗോറിയോസിൻ്റെ മൂത്ത സഹോദരനാണ് വലിയ മാർ ബസേലിയോസ്. മൂന്നാമത്തെ ചോദ്യം, ആദ്യകാലത്ത് അദ്ദേഹത്തിന് താല്പര്യമുള്ള മേഖലകൾ എന്തെല്ലാമായിരുന്നു? ആദ്യകാലത്ത് അദ്ദേഹത്തിന് വേദശാസ്ത്ര വിഷയങ്ങളിലല്ലായിരുന്നു താല്പര്യം. വിശ്വസാഹിത്യകൃതികൾ, തത്വചിന്ത, വൈദ്യശാസ്ത്രം ഇവയിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നത്. നാലാമത്തെ ചോദ്യം, നിസായിലെ മാർ ഗ്രിഗോറിയോസിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ ഏതെല്ലാം? ഒന്നാമതായി അദ്ദേഹത്തിൽ സ്വാധീനം ചെലുത്തിയവർ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായിരുന്നു. പിതാവായ ബസേലിയോസിൻ്റെയും അമ്മയായ എമീലിയായുടെയും ഭക്തിജീവിതം അദ്ദേഹത്തെ സ്വാധീനിച്ചു. എന്നാൽ ഏറ്റവും അധികം അദ്ദേഹത്തെ സ്വാധീനിച്ചത് മൂത്ത സഹോദരനായ വലിയ മാർ ബസേലിയോസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസാനന്തരം അദ്ദേഹത്തിന് ജോലി ലഭിച്ചതിനൊക്കെ ശേഷം അദ്ദേഹം സഹോദരനായ മാർ ബസേലിയോസിൻ്റെ ഐറിസ് നദീതീരത്ത് സ്ഥാപിച്ച ആശ്രമത്തിൽ പോയി താമസിക്കുമായിരുന്നു. അവിടെ പോയി താമസിക്കാൻ തുടങ്ങിയതിൽ പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾക്ക് മാറ്റം വരികയും ആത്മീയ ജീവിതത്തിലേക്ക് അദ്ദേഹം മാറ്റപ്പെടുവാനായിട്ട് കാരണമായി മാറുകയും ചെയ്തത്. അഞ്ചാമത്തെ ചോദ്യം, മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ അറിയപ്പെടുന്നവരിൽ നിങ്ങൾക്ക് അറിയാവുന്നവർ ആരെല്ലാം? നമ്മൾ കപ്പദോക്യൻ പിതാക്കന്മാരുടെ പേരുകളിൽ 2 ഗ്രിഗോറിയോസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? നിസായിലെ മാർ ഗ്രിഗോറിയോസ്, നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ്. ഇവർ 2 പേരും ഗ്രിഗോറിയോസ് എന്ന പേരുള്ളവരാണ്. അതുപോലെ നമ്മുടെ പരിമല തിരുമേനി ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് ആണ് പരിമല തിരുമേനി. പാമ്പാടി തിരുമേനി കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് ആണ്. അതുപോലെ നമുക്ക് മലങ്കര സഭയ്ക്ക് ഒരു പണ്ഡിതനായ ഒരു തിരുമേനി ഉണ്ടായിരുന്നു, കാലം ചെയ്ത ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. ഇവരൊക്കെ മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുമേനിമാരാണ്. ഇനി ആറാമത്തെ ചോദ്യം, മാർ ഗ്രിഗോറിയോസിൻ്റെ ജീവിതത്തിലെ വൈശിഷ്ട്യങ്ങൾ എന്തെല്ലാം? നല്ല വാഗ്മിയും വേദശാസ്ത്ര പണ്ഡിതനുമായിരുന്നു നിസായിലെ മാർ ഗ്രിഗോറിയോസ്. സത്യവിശ്വാസത്തെ ഉറപ്പിക്കുവാനായിട്ട് അക്ഷീണ പരിശ്രമം ചെയ്ത പിതാവായിരുന്നു. വിശുദ്ധ തൃത്വം, ക്രിസ്തുവിൻ്റെ ജഡധാരണം, രക്ഷ, വിശുദ്ധ കൂദാശകൾ, പരിശുദ്ധാത്മാവിൻ്റെ പുറപ്പാട് എന്നിവയെക്കുറിച്ചൊക്കെ ആധികാരികമായി പഠിപ്പിച്ച പിതാവാണ്. സാമൂഹ്യ വിഷയങ്ങളിൽ അടിമ സമ്പ്രദായം തിന്മയാണെന്ന് ശക്തമായി പഠിപ്പിച്ച പിതാവായിരുന്നു. അതുപോലെ തന്നെ സഭയുടെ വിശ്വാസത്തിന് യോജിച്ച രീതിയിൽ ജീവിതം ക്രമീകരിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പരാതികളില്ലാതെ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ ദൈവാശ്രയ ബോധത്തോടെ ജീവിച്ച പിതാവായിരുന്നു അദ്ദേഹം. ദൈവത്തിന് തുല്യമല്ല ലൗകികമായ ഒന്നും എന്ന് വിശ്വസിക്കുകയും സ്വജീവിതത്തിൽ അത് കാണിക്കുകയും ചെയ്ത പിതാവായിരുന്നു നിസായിലെ മാർ ഗ്രിഗോറിയോസ്. അടുത്തത് 7ാമത്തെ ചോദ്യം, കുസ്തന്തീനോപ്പോലി സുന്നഹദോസുമായി മാർ ഗ്രിഗോറിയോസിനുള്ള ബന്ധം എന്തായിരുന്നു? 2ാമത്തെ പൊതു സുന്നഹദോസാണ് AD 381 കൂടിയ കുസ്തന്തീനോപ്പോലി സുന്നഹദോസ്. ഈ സുന്നഹദോസിലെ വിശ്വാസ പ്രമാണ ക്രോഡീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് നിസായിലെ മാർ ഗ്രിഗോറിയോസ് ആണ്. 8ാമത്തെ ചോദ്യം, നിസായിലെ നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കുന്ന പിതാവ് ആര്? നിസായിലെ മാർ ഗ്രിഗോറിയോസ് ആണ് നിസായിലെ നക്ഷത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിതാവ്. ഇനി 9ാമത്തെ ചോദ്യം, സാർവത്രിക രക്ഷാസിദ്ധാന്തം എന്നാൽ എന്ത്? ദൈവത്തിൻ്റെ സ്നേഹം ആരെയും നിത്യനരകത്തിലേക്ക് അയക്കുവാൻ ഇടയാക്കുകയില്ലെന്നും അതിനാൽ ഒടുവിൽ എല്ലാവർക്കും രക്ഷ ലഭിക്കുമെന്നുമുള്ള ചിന്തയാണ് സാർവത്രിക രക്ഷാസിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ വിശ്വസിച്ച ഒരു പിതാവായിരുന്നു നിസായിലെ മാർ ഗ്രിഗോറിയോസും പണ്ഡിതനായ ഒറിഗണും. ഈ 2 പേരുകൾ കൂടി ഓർത്തു വയ്ക്കുക കേട്ടോ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. താങ്ക് യു.